Hi friends, this is the second part of self-concept, and today we can check the factors affecting self-concept. First one is age. ഏജ് എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ മാറിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും. അതായത് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ് ആൻഡ് ടു അഡൽട്ട്ഹുഡ് ഓരോ സമയത്തും നമുക്ക് ഓരോ സെൽഫ് കോൺസെപ്റ്റുകളായിരിക്കും. ഇപ്പോൾ ടീനേജേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക അപ്പിയറൻസിൻ്റെ കേസിലായിരിക്കും. അതേസമയം അഡൽട്ട്സ് ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് അവരുടെ കരിയർ ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ ഫാമിലി റിലേഷൻസ് ഒക്കെ കൊണ്ടുപോകണം, ആ ഒരു രീതിക്കായിരിക്കും. ഇനി അത് ഏറ്റവും കൂടുതൽ 7 to 12 ഇയേഴ്സ് ആ ഒരു പീക്ക് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നീട് അത് വീണ്ടും നമ്മുടെ അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ മാറുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ജെൻഡറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെൻ വി കമ്പയർ ദ ഗേൾസ് ആൻഡ് ബോയ്സ്, ദ ഗേൾസ് ആർ മോർ ഫോക്കസ്ഡ് ഓൺ അപ്പിയറൻസ് while the boys are more focused on the physical strength. Then education builds the knowledge, skills, confidence and decision making. കോൺഫിഡൻസും സ്കിൽസും അതുപോലെ നോളേജും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എഡ്യൂക്കേഷൻ വഴി. സോ ഫോർ എക്സാമ്പിൾ വൺ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് learns to administer the medications, administer the injections. സോ he become more confident. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കുട്ടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഓരോ ദിവസവും പിന്നീട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റുക. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം പല രീതിയിലുള്ള കസ്റ്റംസും വാല്യൂസും ഒക്കെ നമ്മുടെ ബിലീഫുകളെയൊക്കെ ഇപ്പോൾ ചില വെസ്റ്റേൺ കൺട്രീസൊക്കെ കൂടുതലും എൻകറേജ് ചെയ്യുന്ന ഇൻഡിപെൻഡൻസിനെയാണല്ലോ. സോ ആ ഒരു രീതിക്ക് അവരുടെ സെൽഫ് കോൺസെപ്റ്റ് മാറും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് മീഡിയ മീൻസ് TV, ഇൻ്റർനെറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയാണ് കൂടുതലും കൺട്രോൾ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ പോലും അവർ എഡിറ്റഡ് ആൻഡ് ഫിൽറ്റേർഡ് വേർഷൻസ് ഒക്കെ ആയിരിക്കും നമ്മളെ കാണിക്കുക. അപ്പോൾ അതാണ് ശരിക്കുള്ള സൗന്ദര്യം, അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള ഹൈറ്റ്, വെയ്റ്റ്, ഇതെന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾക്കിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള 5 ഫാക്ടേഴ്സ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ്സേഴ്സ് നമുക്ക് ചില സിറ്റുവേഷൻസ് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ അഡോളസെൻ്റ് പീരീഡൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു പീരീഡാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ്. അതായത് നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, മെൻ്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതെല്ലാം കൂടെ ലെഡ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, സ്ട്രെസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അഡോളസെൻ്റ് പീരീഡ് എന്ന് പറയുന്ന സിറ്റുവേഷനെ നമ്മളിപ്പം സ്ട്രെസ്സറായിട്ട് കാണുന്നു. അപ്പം ഇതിലൂടെയെല്ലാം നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? ഈ ഒരു സമയം മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്? ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഇൻസെക്യൂരിറ്റി, സെൽഫ് ഡൗട്ട്, ലോ കോൺഫിഡൻസ്, നെഗറ്റീവ് തിങ്കിങ്. ഇനി അടുത്തതാണ് ബോഡി ഇമേജ് ചേഞ്ചസ്. അപ്പം ഇനി സ്ട്രെസ്സേഴ്സിൻ്റെ ഫോർ എക്സാമ്പിൾ ഓരോ രീതിക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബോഡി ഇമേജ് വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം ആംബ്യൂട്ടേഷനൊക്കെ ചെയ്ത പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ബോഡി ഫങ്ഷൻ അല്ലെങ്കിൽ ബോഡിയോടുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പാരാലിസിസ് ആയിക്കോട്ടെ, ബേൺസ്, ഫേഷ്യൽ സ്കാർ, അതായത് ബോഡി ഇമേജിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് കൊണ്ട് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിനുണ്ടാകുന്ന ഒരു മാറ്റം. ഇനി ചില ലൈഫ് ഇവൻറ്റ്സ് കൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാകും? അതായത് ലോസിങ് എ ജോബ്, ഡൈവോഴ്സ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. അപ്പോൾ ഇതിലൂടെ എല്ലാം നമുക്ക് എന്താണ്, ഇങ്ങനത്തെ ഓരോ ഇവൻറ്റ്സ് ഉണ്ടാകും, നമുക്ക് സ്വയം സെൽഫ് ഡൗട്ട് തുടങ്ങും, ഫിയർ, നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കുറയുന്നതായിട്ട് തുടങ്ങും. ആൻഡ് ഓൾസോ ഇറ്റ്സ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് തിങ്കിങ്. ദെൻ റോൾ ട്രാൻസിഷൻസ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ മാൻ ആയിക്കോട്ടെ, വിമൺ ആയിക്കോട്ടെ. ഇപ്പോൾ വിമൺ എടുക്കുവാണെങ്കിൽ ആ ഒരു വിമൺ വൈഫാകുന്നു, വൈഫ് പിന്നെ മദറാകുന്നു. ഈ ഓരോ റോളിലും ഓരോ റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പോൾ ആ ഒരു രീതിയിലോട്ടൊക്കെ ഉൾക്കൊള്ളാനായിട്ടുമൊക്കെ ആ ഒരു കോൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു.